നാശം പിടിച്ചവൾ ഇത് എവിടെ പോയി കിടക്കുക? രാധികേ, ഭൂദേവി, രാധികേ, ഇന്ന് ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. ഇവളത് ആരുടെ ചിതാഭസ്മ വെച്ചെന്ന് അറിയണമല്ലോ. എടി നാശം പിടിച്ചവളെ, നീ എവിടെ പോയി കിടക്കുക? രാധികേ, 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 നീ എവിടെയാ? ഇവളിത് എവിടെ പോയി? എന്റെ കയ്യിൽ കെട്ടി അവളെ ഞാൻ ഇന്ന് ശരിയാക്കും. രാധികേ, 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 എടി രാധികേ, എടി നാശം പിടിച്ചവളെ, നീ എവിടെ പോയി ഒളിച്ചാലും നിന്നെ ഞാൻ ഇന്ന് കണ്ടുപിടിക്കും. നിന്നെ കൊണ്ട് ഞാനിത് പറയിപ്പിക്കുകയും ചെയ്യും. രാധികേ, എടി രാധികേ, രാധികേ, നീ എവിടെയാ? രാധികേ, രാധികേ, ഇന്ന് നിന്നെ ഞാൻ ശരിയാക്കും. എന്റെ കയ്യിൽ കിട്ടട്ടെ. മുത്തശ്ശി, അച്ഛനൊന്നും അറിയരുതെന്ന് എല്ലാവരും പറഞ്ഞപ്പോ അച്ഛന് ജീവനെ ഓർത്തിട്ടാണ് ഞാനെല്ലാം സമ്മതിച്ചത്. എന്റെ മോളെ കത്തിച്ച് ദഹിപ്പിച്ചിട്ട് ആരും അറിയാതെ അവളുടെ ചിതാഭസ്മം കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചു. എങ്ങനെ തോന്നിയടി നിനക്ക്? എടി നിനക്ക് എങ്ങനെ തോന്നിയെന്ന് എന്നോട് ക്ഷമിക്കണം. ഒരു കാരണവശാല അച്ഛന് അറിയരുത്. എന്റെ മോളെ കൊന്ന് നിന്നെ ഞാൻ വെറുതെ വിടണോ? വെറുതെ വിടണോടി ഞാൻ? എന്റെ മോളെ നീ കൊന്നുവല്ലേടി? കൊന്നുവല്ലേ? എന്റെ കയ്യിൽ നിന്ന് വിടാൻ. അയ്യോ, ഇവിടെയാണല്ലേ മതി. മോനെ വരണേ. ഇറങ്ങിപ്പോയ പ്രിയങ്കെ വേറെ ആരോ ചുട്ടുകരിച്ചു എന്നൊക്കെ ആളുകളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാം. സത്യത്തിൽ നിനക്കെന്തെങ്കിലും കൈപ്പിഴ പറ്റിയതാണോടാ? അല്ല, ഒന്ന് കത്തിക്കുമെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? അങ്ങനെയല്ലേ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്? ചെറിയമ്മയ്ക്ക് ഇങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ പോലീസുകാർ മുമ്പിൽ വന്ന് നിന്നപ്പോ പറയാമായിരുന്നല്ലോ. അവരെന്നെ പിടിച്ചോണ്ട് പോവായിരുന്നല്ലോ. ഞാൻ അതിനുവേണ്ടി പറഞ്ഞതല്ല. പറ്റിയത് കയ്യബദ്ധമാണെങ്കിൽ നിനക്കൊരു പോറല് പോലും ഇല്ലാതെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ടാ. വരുൺ, ബോഡി കണ്ടപ്പോ മുതൽ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനു മുമ്പ് സംഭവിച്ച കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ. ചെറിയമ്മ പറഞ്ഞ പോലെ നിനക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ നീ അത് തുറന്നു പറ.
പോലീസിലായാലും രാഷ്ട്രീയത്തിലായാലും ആവശ്യത്തിന് പിൻബലം നമ്മുടെ കുടുംബത്തിനുണ്ട്. നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാ ഞാനീ പറയുന്നത്. എന്നെ രക്ഷിക്കാൻ വേണ്ടി ആരും ബുദ്ധിമുട്ടണ്ട. ഞാൻ സത്യത്തിലാ വിശ്വസിക്കുന്നത്. സത്യം തോറ്റു പോവാണെങ്കിൽ ഞാനും അത് തോറ്റുപോട്ടെ. ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും അമ്മ ശ്രദ്ധിക്കാതിരുന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരിക്കലും അമ്മയോട് കള്ളത്തരം പറഞ്ഞിട്ടില്ല. പ്രിയങ്കയുടെ മരണവുമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല. അത് അമ്മയ്ക്ക് ഉറപ്പായിട്ടും വിശ്വസിക്കാം. ദേവനാരായണൻ തിരുമേനി അടങ്ങിയിരിക്കോ? കാര്യം അയാൾ ഗതിയില്ലാത്തവനാണെങ്കിലും അയാളൊരു പൂജാരിയല്ലേ? അയാൾ ഒരു പോലീസ് ഓഫീസറുടെ മുന്നിലേക്ക് കയറി ചെന്ന വില കിട്ടും. കണിമംഗലത്ത് ആർക്കോ ജയിലിൽ കിടക്കാനുള്ള യോഗമുണ്ട്. കൽപ്പനെ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? അമ്മേ, കണിമംഗലത്തെ എന്ത് പ്രശ്നം വരുമ്പോഴും നീ നിന്റെ ലാഭത്തെക്കുറിച്ചാ ചിന്തിക്കുന്നത്. ഈ കാര്യത്തിൽ അത് വേണ്ട.